കേരള അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് പോലെയല്ല. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ്, നമ്മൾ ഓരോ റൗണ്ടിലും പുതുതായിട്ടായിരിക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ കേരള അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരേ ഒരു അവസരം മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവസാനം വരെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കുന്നത്. കേരളത്തിൽ ഫസ്റ്റ് റൗണ്ടിൽ MBBS BDS കോഴ്സുകൾക്ക് ഗവൺമെൻറ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കാണ് നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. കേരളത്തിലെ സെക്കൻഡ് റൗണ്ടിലാണ് അഗ്രികൾച്ചർ, ആയുർവേദ, വെറ്റിനറി, ഹോമിയോ, അതുപോലെ തന്നെ B.Pharm കോഴ്സുകളിലേക്ക് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ള അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത്. നമ്മളിപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് റൗണ്ടിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സൈറ്റിൽ ഓപ്ഷൻ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൺഫേം ചെയ്താൽ മാത്രമേ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ അവർ പരിഗണിക്കുകയുള്ളൂ. ഈ ഒരു അലോട്ട്മെൻറ്റുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മാർക്കിനും റാങ്കിനും അനുസരിച്ചിട്ടുള്ള സാധ്യതകൾ മനസ്സിലാക്കുക. അതിനുശേഷം ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കോളേജിലെയും ഫീസ് സ്ട്രക്ചറൊക്കെ നോക്കിയിട്ട് ഓപ്ഷൻസ് പ്രയോറിറ്റി ലിസ്റ്റൊക്കെ ഇപ്പോഴേ തയ്യാറാക്കി